ഹലോ, ഇന്നൊരു അടിപൊളി സാമ്പാർ നോക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സാമ്പാർ കഷ്ണങ്ങളും കുറച്ച് പരിപ്പൊക്കെ എടുത്ത് കുതിരാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ സാമ്പാർ കഷ്ണങ്ങളൊക്കെ കട്ട് ചെയ്യുമ്പോൾ പണ്ട് ഞാൻ അളവ് നോക്കിയിട്ട് സാമ്പാർ കഷ്ണങ്ങളൊക്കെ കട്ട് ചെയ്ത ഒരു കാലം ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഇത് ഇപ്പോഴും ഓർക്കാറുണ്ട്. പിന്നെ പരിപ്പൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അതിനായിട്ട് സവാള, തക്കാളി, കുറച്ച് പച്ചമുളക്, ഉപ്പും കായപ്പൊടി ഇട്ടിട്ട് അതൊന്ന് മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ സാമ്പാറിനുള്ള കഷ്ണങ്ങളൊക്കെ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇട്ടിട്ടുള്ള വെള്ളത്തിലൊന്ന് മിക്സ് ചെയ്തിട്ട് അത് എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അത് കുക്കറൊന്ന് അടുപ്പത്താക്കി ഞാൻ കുറച്ച് കോൽപ്പുളി കൂടി ഞാൻ കുതിരാനിട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ വെള്ളത്തിലിട്ട് വെച്ച് സാമ്പാർ കഷ്ണങ്ങളൊക്കെ ഒന്ന് വാറ്റിയെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും പരിപ്പൊക്കെ വെന്ത് സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ വേണ്ടത് നമ്മുടെ സാമ്പാർ കഷ്ണങ്ങളൊക്കെ അതിലോട്ട് ഇട്ടിട്ട് കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടിയും കുറച്ച് സാമ്പാർ പൊടി ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്തിട്ട് ആവശ്യാനുസരണം ഉപ്പ് ഇട്ടിട്ടൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ. ആ സമയത്ത് നമ്മുടെ പുളി പിഴിഞ്ഞിട്ടുള്ള വെള്ളം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതിലോട്ട് കുറച്ച് സാമ്പാർ പൊടി ഇട്ട് നല്ലോണം മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം കേട്ടോ. ഇത് എൻ്റെ സ്റ്റൈലിലുള്ള സാമ്പാറാണേ. നമ്മുടെ സാമ്പാർ കുക്കറിലിട്ട് ഒറ്റൊരു വിസിൽ മാത്രം അടിച്ചെടുത്താൽ മതി കേട്ടോ. പിന്നെ അത് ആ പുളിവെള്ളം കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒറ്റൊരു വിസിൽ അടിച്ചെടുത്തതായി ഇതുപോലെ ഇരിക്കട്ടെ. നമ്മുടെ മുരിങ്ങക്കായൊക്കെ ഒട്ടും ഉടഞ്ഞു പോകുന്നില്ല കേട്ടോ. പിന്നെ ഉപ്പിൻ്റെ കുറവ് നോക്കി ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഈ പുളിവെള്ളം കൂടെ ആഡ് ചെയ്തതുകൊണ്ട് തന്നെ നമ്മുടെ സാമ്പാറൊന്ന് തിക്കായി വരാൻ വേണ്ടിയിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ. പിന്നെ അതിലോട്ടുള്ള വറവാണ് റെഡിയാക്കേണ്ടത്. കുറച്ച് കടുക്, ഉലുവ, അതുപോലെ തന്നെ വറ്റൽമുളക്, വേപ്പില ഇട്ടിട്ട് ഒന്ന് താളിച്ച് നമ്മുടെ ഈ സാമ്പാറിലോട്ട് വയ്ക്കണം കേട്ടോ. പിന്നെ വേണ്ടത് മുട്ട പൊരിച്ചതും കൂടെ കേട്ടോ. സാമ്പാറിന് നല്ല കോമ്പിനേഷൻ കേട്ടോ നമ്മുടെ ഈ മുട്ട പൊരിച്ചത്. അപ്പോൾ മുളക് പൊടിയൊന്നും ഇടാത്ത ഉള്ളിയും പച്ചമുളകും ഉപ്പും ഇട്ട് മാത്രമുള്ള ഒരു മുട്ടപ്പൊരി ഞാൻ റെഡിയാക്കേണ്ടത്. ഇങ്ങനെ റെഡിയാക്കുമ്പോഴുള്ള ആ മുട്ടയുടെ വാസന സൂപ്പറാണ് കേട്ടോ. കുറച്ച് ചൂടായ വെളിച്ചെണ്ണ മുട്ടയുടെ മിക്സിലോട്ട് വെച്ചിട്ട് പിന്നെ ആ മുട്ടപ്പൊരി ഒന്ന് ഉണ്ടാക്കിയെടുത്താൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഈ ടിപ്പ് ആരാ പറഞ്ഞതെന്നൊന്നും എനിക്ക് ഓർമ്മയില്ല, പക്ഷേ ഈ ടിപ്പ് അടിപൊളിയാണ് കേട്ടോ. ചൂടുള്ള ചോറിൻ്റെ കൂടെ ഈ ചൂടുള്ള സാമ്പാറും മുട്ടപ്പൊരി ഉണ്ടെങ്കിൽ ഉച്ചയൂണ് സൂപ്പർ ആവില്ലേ. അപ്പോൾ ഈ ഒരു കോംബോ ട്രൈ ചെയ്യാത്തവരാരും തന്നെ ഉണ്ടായിരിക്കില്ല അല്ലേ.